ഒരു മുംബൈയിൽ നാളെ നമ്മുടെ സ്റ്റാലിനെ ഇല്ലാതാക്കാനും നമ്മുടെ സ്റ്റാലിൻ്റെ സ്വത്തുക്കൾ നേടിയെടുക്കാനുമായിട്ട് അവർ ഒരുമിച്ച് വരാനായിട്ട് തുടങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ അലീനയെ ആശ്വസിപ്പിക്കുകയും അലീനയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് ഭൂമി വന്നാലും, എന്ത് മലവെള്ളം വന്നാലും നിന്നെ ഞാൻ കൈവിടില്ല എന്ന്. ഇവിടെയാണെങ്കിൽ റീതാമ്മയ്ക്ക് എങ്ങനെയെങ്കിലും സ്റ്റാലിൻ്റെ സ്വത്തുക്കളിൽ 95% തൻ്റെ, അതായത് സഹോദരിയുടെ പേരിലും അവരുടെ മക്കളുടെ പേരിലേക്കും എഴുതി വയ്പ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അവർ അതിനേക്കുള്ള ചർച്ച ചെയ്യുന്നുണ്ട്, തീരുമാനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിനെല്ലാം പുറമേണെങ്കിൽ നമ്മുടെ മക്കളുടെ അവകാശത്തിൽ, മക്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വരെ റീത്ത കൈയടം ചെയ്യുന്നുണ്ട് എന്ന് കാണാം. അവരോട് യാതൊരുവിധ ചോദ്യവും ചോദിക്കാതെ എല്ലാത്തിനും റീത്ത തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും.